കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനം മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട് കോട്ടയത്ത്. കേരള കോൺഗ്രസുകാരുടെ നേർക്കുനേർ പോരാട്ടത്തിൽ എൻഡിഎ മുന്നണിയുടെ വോട്ട് സമാഹരണം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ തവണ 75% മുകളിലായിരുന്നു കോട്ടയം ലോക്സഭാ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് 70 താഴേക്കെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു പല ബൂത്തുകളിലുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് മന്ദഗതിയിലാകുന്ന കാഴ്ചയായിരുന്നു. സംസ്ഥാനമൊട്ടാകെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ട്രെൻഡാകും കോട്ടയത്തും എന്നുമാണ് മുന്നണികൾ കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വോട്ട് കുറഞ്ഞത്, പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് മുന്നണിക്ക് അനുകൂലമാകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനോടകം തന്നെ വാദപ്രതിവാദങ്ങളുമായി എല്ലാ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടില ചിഹ്നം അത് കണ്ട കേരള കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ആ ശീലം മാറില്ല എന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും അങ്ങനെയല്ല. കൃത്യമായി രാഷ്ട്രീയം അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയ്ക്ക് കുത്തും എന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതേസമയം NDA വോട്ടുകൾ അത് ഏകീകരിക്കുന്നതിൽ NDA വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു നേതൃത്വത്തെക്കാൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കും, വോട്ട് ഷെയർ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകീകരിക്കാനായിട്ടുണ്ടോ എന്നാണ് അവരുടെ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വച്ച് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം SNDP യൂണിയന്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അങ്ങനെ ഒരാൾ, അതായത് ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ആ സമുദായത്തിൻ്റെ ഈഴവ വോട്ടുകളുടെ ഏകീകരണം എങ്ങനെ നടന്നു എന്നതും പ്രധാനമുള്ളതാണ്. ആ ഘട്ടത്തിൽ NDA സമാഹരിക്കുന്ന വോട്ടുകൾ ഇടത് വലത് മുന്നണികളുടെ വോട്ടിലെ ചോർച്ചയും ജയപരാജയവും തീരുമാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രവുമല്ല, നെഞ്ചെടുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ എത്രത്തോളം ഈ ശതമാനം കുറവ് അവിടെ UDF അനുകൂലം അല്ലെങ്കിൽ LDF അനുകൂലം എന്നൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. അതായത് കോൺഗ്രസിന് സിറ്റിംഗ് MLA അല്ലെങ്കിൽ UDFന് സിറ്റിംഗ് MLAമാരുള്ള പിറവം, അതുപോലെ തന്നെ പാല, കടുതുരുത്തി, ഏറ്റുമാനൂർ സ്ഥലങ്ങളിൽ. കോട്ടയത്ത് നിന്നും പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം.